തമിഴ്നാട് തിരുനെൽവേലിയിൽ തള്ളിയ മാലിന്യം കേരളം നീക്കം ചെയ്യും. ഇതിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ സർക്കാർ രൂപീകരിച്ചു. ഇന്ന് തന്നെ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യാനാണ് സർക്കാർ ആലോചന. ക്ലീൻ കേരള കമ്പനിക്കും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് ചുമതല. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, കേരളം തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നു, പ്രത്യേക ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതിന്റെ ഭാഗമായി എങ്ങനെ ഈ മാലിന്യം നീക്കം ചെയ്യാനാണ് പ്ലാൻ? സൈഫുദ്ദീൻ, ഇന്ന് തന്നെ ഈ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ വിവിധ ഗ്രാമങ്ങളിൽ നിക്ഷേപിച്ച മാലിന്യം കേരള സർക്കാർ തന്നെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനും ഇപ്പോൾ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയും അതുപോലെ ഗ്രീൻ കേരളയും ഒരുമിച്ചായിരിക്കും ഈ മാലിന്യം സംയുക്തമായിട്ട് ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ട് വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കേരളത്തിലേക്ക് തിരിച്ചെത്തിച്ച് അവിടുന്ന് ഇത് പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യുക. നമുക്കറിയാം, തമിഴ്നാടും കേരളവും തമ്മിൽ മുല്ലപ്പെരിയാറുമായിട്ടുള്ള വിഷയങ്ങളിലടക്കം പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് ഇത്തരത്തിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഉയർന്നു വന്നത്. അത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നതിന് കാരണമാവുകയും ചെയ്തതാണ് തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ അടക്കം ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് കൊണ്ട് തിരികെ കേരളത്തിലേക്ക് കൊണ്ടിടുമെന്നുള്ള വെല്ലുവിളി തിരിച്ച് കേരളത്തിലേക്ക് നടത്തിയതൊക്കെയാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണലടക്കം ഇക്കാര്യത്തിൽ ഇടപെടുകയും കേരളം അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരു ഇടപെടലിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരള സർക്കാർ തന്നെ ഇത് ഇവിടുന്ന് മാറ്റാം എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ വന്ന് ഈ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെയും കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്ക് വന്നിട്ടില്ല. നിലവിൽ 4 പഞ്ചായത്തുകളിലായിട്ട്, തിരുനെൽവേലിയിലെ 4 പഞ്ചായത്തുകളിലായിട്ട് 7 ഇടങ്ങളിലാണ് ഈ മാലിന്യങ്ങൾ ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ആശുപത്രി മാലിന്യങ്ങൾ പലതരത്തിൽ ഒരു പ്രോട്ടോകോളും പാലിക്കാതെ ചുമ്മാ കൊണ്ടങ്ങ് ഇട്ടേക്കാണ്. കാരണം ഒരു വിജനമായ പ്രദേശമാണെന്ന് പറഞ്ഞാൽ പോലും കൂടുതൽ കാർഷിക മേഖല കൂടിയാണ്. അതായത് ഈ കന്നുകാലിയെ വളർത്തുന്ന ആളുകളുണ്ട്, 150 വീടുകളുണ്ട് ഈ പ്രദേശത്ത്. അങ്ങനെ ഒരു പ്രോട്ടോകോളും പാലിക്കാതെ ചുമ്മാ കൊണ്ട് ജനവാസ മേഖലയിലേക്ക് കുറേയധികം ആശുപത്രി മാലിന്യങ്ങൾ തള്ളിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. எவ்வளவு நாளா இந்த வேஸ்ட் எங்க கிடக்குது? இது வந்து ஒரு 1 மந்த்தா இருக்கு, ஒரு மாதமா இருக்கு. யார் இது ஃபர்ஸ்ட் டைம் பார்த்தது? இந்த ஆடு மேய்க்க வந்தவங்க, மாடு மேய்க்க வந்தவங்க தான் பார்த்துருக்காங்க. ஏதாவது அதோரிட்டியை நீங்கள் കോണ്ടാക്ട് பண்ணீங்களா? யார்கிட்ட? അതോറിറ്റി, സർക്കാർ സംവിധാനം എവിടെയെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് பண்ணிட்டா? இல்லை நாங்கள் எங்கள் விவோ வந்து கம்ப்ளைண்ட் கொடுத்துட்டாங்க. போலீஸ் கம்ப்ளைண்ட் கொடுத்தீங்க இல்லை பஞ்சாயத்து கம்ப்ளைண்ட் கொடுத்தீங்க? போலீஸ் என்ன சொல்லியாச்சு? அது அவங்க பார்த்துட்டு இருக்காங்க. போலீஸ் யாருன்னு பார்த்து ரெடி பண்ணி சொல்லிடுறாங்க. அது மாதிரி பிடிச்சிட்டாங்க. கேரளாவில் இருந்து ஏதாவது தகவல் உங்களுக்கு லഭിச்சிருக்கா? கேரளாவிலையும் 2-3 பேரை பிடிச்சிட்டாங்கன்னு கேள்விப்பட்டோம். இங்கே யாரைக்கு அரெஸ்ட் பண்ணது? இங்கே 2 பேரை யாருன்னு தெரியல, 2 பேர் பண்ணியிருக்காங்க. யாருன்னு தெரியாதா? എവിടെയൊക്കെയാണ് ഇത് ഇട്ടേക്കുന്നത്? എന്ത് മാതിരി എവിടെയൊക്കെ വേസ്റ്റ്? 7 இடத்துல கிடக்கு. എങ്ങനെയൊക്കെ? பக்கத்துல தான் 4 പഞ്ചായത്തിലെ கொண்டா நகரம், பலவூர், வெள்ளாளங்குளம் பஞ்சாயத்து, பலவூர், கொண்டா நகரம், கொடகநல்லூர். ഇന്ന് തന്നെ ഇത് ഇവിടുന്ന് മാറ്റുവോ? எப்படி இன்னைக்கு எடுக்கிறேன்னு சொல்லியிருக்காங்க. யார் சொல்லியாச்சு? எங்களுக்கு தகவல் வந்து இன்னைக்கு கேரளா கவர்மெண்ட் எடுத்துட்டு போதும் அப்படின்னு சொல்ற மாதிரி ஏஜென்சி வந்து எடுத்துட்டு போற மாதிரி சொல்லியிருக்காங்க. ഇവിടെ എങ്ക കിട്ടത്തക്ക ഏതൊരു ഫാമിലി ഇത് കൃഷിയാ? അല്ല, കൃഷി നിലം, എല്ലാമേ കൃഷി നിലം தான், விவசாயம். ചുമ്മാ നടക്കുന്ന സ്ഥലമല്ല, കൃഷിയെല്ലാം எல்லாமே. സൈഫുദ്ദീൻ, ഈ പറയുന്ന പോലെ ഒരു കൃഷി സ്ഥലം കൂടിയാണ് ഇവിടം. ഇത് പൂർണ്ണമായിട്ട് വിജനമായി കിടക്കുന്നൊന്നുമല്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഒറ്റ കാഴ്ചയിൽ ഇത് ഏതാണ്ട് പൂർണ്ണമായിട്ട് വിജനമായി കിടക്കുന്നതാണെന്നൊക്കെ തോന്നും. അങ്ങനെയല്ല, പക്ഷേ വലിയ തരത്തിൽ ഇവിടെ കൃഷിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഈ മാലിന്യങ്ങൾ ഇന്ന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുമെന്നുള്ള ഒരു അറിയിപ്പ് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്ക് വന്നിട്ടില്ല. 70 പേരടങ്ങുന്ന 20 ഉദ്യോഗസ്ഥരും മറ്റ് ശുചീകരണ തൊഴിലാളികളും അടക്കം 70 പേരടങ്ങുന്ന സംഘം ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ എത്തി ഈ മാലിന്യങ്ങൾ ഉച്ചയോടുകൂടി ഇവിടുന്ന് പൂർണ്ണമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുപോയി മാറ്റും എന്നുള്ള അറിയിപ്പാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെയും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും ഇവിടേക്ക് വരിക. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കൊണ്ടാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 7 ഇടങ്ങളിലായിട്ട് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. വിവിധ ചാക്കുകളിലായിട്ട് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കയ്യുറയടക്കമുള്ള മാലിന്യ
മാലിന്യങ്ങളാണ് ഇവിടേക്ക് ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള തൊട്ടപ്പുറത്തൊരു ക്വാറിയുണ്ട്. ആ ക്വാറിയോട് ചേർന്ന് സ്ഥലത്തും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടെ ആട് മേയ്ക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ മാലിന്യം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ആദ്യം കാണുകയും അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് മാലിന്യങ്ങൾ ഇത്തരത്തിലൂടെ കിടക്കുകയാണ്. ഇതിനു മുമ്പും മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് രാത്രി കാലങ്ങളിൽ ലോറിയിൽ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രാത്രി തന്നെ അവർ കത്തിച്ച് കളയുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് 7 ഇടങ്ങളിലേക്ക് കൊണ്ടുവന്നതോടുകൂടിയാണ് പല ആളുകളും പരാതിയുമായിട്ട് രംഗത്ത് വരികയും അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും തമിഴ്നാടും കേരളവും തമ്മിലുള്ള ആ ഒരു അസ്വാരസ്യങ്ങൾ കൂടുതൽ മറനീക്കി പുറത്തു വന്നത് കൂടി ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. കാരണം കേരള സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഇമേജ് സംവിധാനമുണ്ട്, കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്. മാലിന്യ നീക്കത്തിന് ഏൽപ്പിക്കപ്പെട്ട ഏജൻസികളുടെ ഭാഗത്തുകൂടി ഇതിനകത്ത് വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഹോസ്പിറ്റൽ മാലിന്യം, അത് ഏത് ഹോസ്പിറ്റലിൽ നിന്നുള്ളതാണ് നമുക്ക് കൃത്യമായി അറിയില്ല എങ്കിൽ കൂടിയും അവിടെ നിന്നുള്ള ഹോസ്പിറ്റൽ മാലിന്യം അടക്കമാണ് ഈ തിരുനെൽവേലിയിൽ ഇപ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടി കാരണമാകുന്ന തരത്തിൽ അത് അവിടെ തിരുനെൽവേലിയിൽ നിക്ഷേപിച്ചത്. അപ്പോൾ ഈ മാലിന്യ നീക്കത്തിന് നിക്ഷേപിക്കപ്പെട്ട ഏജൻസികളുടെ കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമോ? സൈഫുദ്ദീൻ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തു കാണേണ്ടത് തിരുവനന്തപുരം RCCയിൽ നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. കാരണം ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് RCC ആശുപത്രിയിലെ ഡോക്ടറിന്റെ ചീട്ടും മറ്റ് സമ്മതപത്രവും അടക്കമുള്ള വിവരങ്ങൾ ഈ പറയുന്ന മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതായത് RCCയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നടത്തിയത് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഇവിടെ കൊണ്ട് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിൽ RCCക്ക് യാതൊരു വിധത്തിലുമുള്ള പങ്കില്ല. RCCയുടെ മാലിന്യ സംസ്കരണത്തിന് അവർക്ക് കൃത്യമായിട്ടുള്ള സംവിധാനമുണ്ട് എന്ന് RCC തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തതാണ്. RCCക്ക് സുവേജ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇത്തരത്തിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഭാഗത്തു കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണവും ഇടപെടലും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആശുപത്രി മാലിന്യങ്ങൾ കൊണ്ട് തമിഴ്നാട് കൊണ്ട് നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് കേരളവും ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാലിന്യങ്ങൾ കേരളം തന്നെ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. കേരളവും തമിഴ്നാടും തമ്മിലുള്ള പുതിയ അസ്വാരസ്യങ്ങൾക്ക് അത് കാരണമാകുന്നു. ആ തരത്തിൽ വളർന്നൊരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള കേരളത്തിന് തന്നെ മാലിന്യമാണ് ഈ തിരുനെൽവേലിയിൽ നിക്ഷേപിക്കപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. അക്കാര്യത്തിൽ പരീക്ഷ വ്യക്തത വരണമെങ്കിൽ അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട്. എന്തായാലും അത് വേഗത്തിൽ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ കേരളം തന്നെ എടുക്കുകയാണ്. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതനുസരിച്ച് വേഗത്തിൽ തന്നെ മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. തിരുനെൽവേലിയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഷിജോ കുര്യൻ അതിന്റെ വിവരങ്ങൾ നൽകിയത്.